സ്ട്രെസ്സ് മാനേജ് ചെയ്യാനുള്ള ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഹോബീസ്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഒരു വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലോ സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു വലിയ സ്ട്രെസ്ഫുൾ ഇവൻ്റ് ഉണ്ടായി, നിങ്ങളത് വീട്ടിൽ വന്നു അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് ഡിസ്ട്രാക്റ്റഡായി, നിങ്ങൾ വേറൊരു കാര്യത്തിൽ എൻഗേജ്ഡായി തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾക്കത് ചിന്തിച്ച രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെടുത്ത പേഴ്സ്പെക്റ്റീവ് മാറുകയാണ്, അല്ലെങ്കിൽ നിങ്ങളത് വിചാരിച്ച അത്ര പ്രശ്നമുള്ളൊരു കാര്യമായിരുന്നില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവാണ്. സെയിം തിങ്, നിങ്ങളുടെ ബ്രെയിന് ഒരു സ്ട്രെസ്സ് പെർസീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ത്രെറ്റ് പെർസീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അതിൽ റുമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ആ ഒരു എൻവയോൺമെൻറ്റ് വിട്ട് കഴിഞ്ഞാലും ആ തോട്ട് തന്നെ നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ബ്രെയിനിന് തോട്ട് ഏതാ റിയാലിറ്റി ഏതാണെന്ന് മനസ്സിലാവില്ല. ജസ്റ്റ് ഒരു തോട്ടിലാണെങ്കിൽ പോലും ബ്രെയിൻ അത് ത്രെറ്റായിട്ട് പെർസീവ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺസും സ്ട്രെസ് ലെവലും കൂടിക്കൊണ്ടേയിരിക്കും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ആ സ്ട്രെസ് ഒന്ന് കട്ട് ഔട്ട് ചെയ്യാൻ ഒന്ന് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺ ലെവൽ കുറയും. അപ്പോഴേക്കും നിങ്ങളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, അതായത് നമ്മുടെ ലോജിക്കൽ ബ്രെയിനിന് ഇടപെട്ട് കാര്യങ്ങൾ ലോജിക്കലി ചിന്തിക്കാനും അതിന് സൊല്യൂഷൻസ് കാണാനും പറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി ഡെവലപ്പ് ചെയ്യണം. നിങ്ങളുടെ ഡെയിലി സ്ട്രെസ്സേഴ്സ് നിന്ന് കട്ട് ഔട്ട് ചെയ്ത് ചില ഹോബീസിലൊക്കെ ആയി വരുമ്പോഴേക്കും നിങ്ങൾ പല കാര്യങ്ങളും എടുക്കുന്ന രീതി, പേഴ്സ്പെക്റ്റീവ്സ് മാറും. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, അതായത് നിങ്ങളുടെ ലോജിക്കൽ ബ്രെയിനിന് കുറച്ചും കൂടെ ചിന്തിക്കാനുള്ള കഴിവ് അവിടെ കിട്ടുകയാണ്.